അപ്പോൾ ബിഗ് ബോസിൻ്റെ പുത്തൻ പ്രേമം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അത് കൂടാതെ ഞാൻ അറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അങ്ങനെ ഇന്നത്തെ എവിക്ഷനിൽ ആദ്യം തന്നെ ലാലേട്ടൻ സേവ് ചെയ്യുന്നത് സാബുമാൻ, നെവിൻ, അനുമോൾ ആദ്യം തന്നെ സേവ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് ബാക്കിയുള്ളവർ സേവ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാവരോടും ലാലേട്ടൻ പറയുന്നുണ്ട് ബാക്കിയുള്ളവരുടെ വിധി ബിഗ് ബോസ് ആയിരിക്കും തീരുമാനിക്കുക, അപ്പോൾ ശരിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഗാർഡൻ ഏരിയയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നോക്കി നിൽക്കുന്നു. ഇവർക്ക് 3 പേർക്കും, അതായത് നമ്മുടെ അക്ബർ, ലക്ഷ്മി, പിന്നെ ബിന്നി, ഇവർ 3 പേരും ഇങ്ങനെ അവിടെ കൊടുത്തിട്ടുള്ള ഒരു റൗണ്ടായിട്ടുള്ള അതിൽ ഫുള്ള് ഇങ്ങനെ ഒരു റബ്ബർ പോലത്തെ ചെറിയ ചെറിയ ബോൾ ഇങ്ങനെ നിറച്ച് വെച്ചേക്കാണ്. അപ്പോൾ താഴെ റോപ്പ് ഉണ്ട്, അത് വലിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ തെളിഞ്ഞ് വരും. താഴെ എവിക്റ്റഡ് അല്ലെങ്കിൽ സേവ്ഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതേ എവിക്ഷൻ ഇതിന് മുമ്പുള്ള സീസണിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ആ സീസണിൽ ആർക്കാണ് സംഭവിച്ചത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാം, ബട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നോക്കട്ടെ എത്ര പേര് കറക്റ്റായി പറയുന്നുണ്ടെന്ന്. അതുപോലെ അങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ വരും. ആദ്യം ഒരു കൗണ്ട് ഡൗൺ അല്ലെങ്കിൽ ഒരു പാട്ട് എന്തെങ്കിലും ഇടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പാട്ട് അല്ലെങ്കിൽ കൗണ്ട് ഡൗൺ പോയി തീർന്ന ഉടനെ ഒറ്റ വലിക്കുമ്പോൾ ഇങ്ങനെ അതിലുള്ളത്തെ ബോൾസൊക്കെ ഇങ്ങനെ വീണ് താഴെ പോയി കഴിയുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം എവിക്റ്റ് ആവാൻ പോകുന്നത് ബിന്നി തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാം. ബിന്നി തന്നെയാണെന്ന് നമ്മളിപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർ അറിഞ്ഞു കാണും. ബിന്നി തന്നെയാണ് എവിക്റ്റായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നത്. ബാക്കി 2 പേരും സേവ് ആവുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടൻ നമ്മുടെ സാബുമാനോട് ചോദിക്കുന്നുണ്ട്, സാബുമാൻ എങ്ങനെ നന്നായിട്ട് കളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് എനിക്ക് പറ്റുന്ന പോലെ നന്നായി കളിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ സാബുമാൻ പറയുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ സാബുമാന് കൊടുത്തൊരു സൂചനയായിട്ട് വേണം സാബുമാൻ ഇത് എടുക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ. സാബുമാൻ വളരെ പുറകോട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. സാബുമാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വിറ്റ് പുറത്തു കൊണ്ട് വരും. അതുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞത് നന്നായി മനസ്സിലെടുത്തിട്ട് അടുത്ത ആഴ്ചത്തേക്ക് നന്നായി കളിക്കുകയെന്നുണ്ടെങ്കിൽ സാബുവിന് നല്ല രീതിയിൽ വോട്ട് കയറാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഇപ്രാവശ്യം ബിന്നി എവിക്റ്റഡ് ആയിട്ടുണ്ട്. എന്തായാലും ബിന്നി എവിക്റ്റ് ആകുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ പൊട്ടിത്തകർന്ന് കരയാൻ പോകുന്ന മാത്രം ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇവിടെ ഇല്ലയാണ്. പിന്നെ കുറച്ചൊക്കെ ആക്ഷൻ അനുമോൾ ഇട്ടേക്കാം, പക്ഷേ ഭൂരിപക്ഷം ആരും കരയാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.